ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്ക് കുഞ്ഞുങ്ങളുടെ ലഞ്ച് ബോക്സിലാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഈസി റെസിപ്പി നോക്കിയാലോ. അതിനായിട്ട് ചുവട് കട്ടിയുള്ള കുറച്ച് വിസ്താരമുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കി എടുക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ആക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കോഴിമുട്ട ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ചിക്കി വറുത്തെടുക്കാം. ഈ ഒരു രീതിയിൽ നന്നായിട്ട് വറുത്തെടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ശേഷം സെയിം പാത്രത്തിലേക്ക് തന്നെ കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് പൊടിയായി അരിഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എണ്ണയിൽ കടന്ന് മൂത്ത് വരുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് വരും. അന്നേരം നമ്മളെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഒക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇതിലേക്ക് ഒരു സവാളയും കുറച്ച് ബീൻസും ക്യാബേജും കേട്ടോ ചേർത്തിട്ടുള്ളത്. ക്യാരറ്റ് അതുപോലുള്ള വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരിഷ്ടപ്പെടുന്ന രീതിയിലുള്ള വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് സമയം ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഈ ഒരു രീതിയിൽ വഴണ്ടി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഒരു മുട്ട ഉണ്ടല്ലോ, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ ഒന്നുകൂടെ മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം സോയ സോസ് ചേർത്ത് കൊടുക്കുക. വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ ഒരു കുത്തൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മക്കൾക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല. എന്നിട്ട് ഇതിലേക്ക് വേവിച്ച് ഊറ്റി വെച്ചിട്ടുള്ള ബസ്മതി റൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. വൈറ്റ് ബസ്മതി റൈസാണ് കേട്ടോ. റൈസ് ഇതുപോലെ തലേദിവസം രാത്രിയിലൊക്കെ വേവിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി കൊടുക്കാൻ പറ്റും. റൈസ് വേവിച്ചെടുക്കുന്ന സമയത്ത് ഒരല്പം ഓയിലും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. എഗ്ഗും വെജിറ്റബിൾസൊക്കെ റൈസിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അതിനുശേഷം ഒരല്പം കുരുമുളക് പൊടിയും അവസാനമായിട്ട് നല്ലൊരു ടേസ്റ്റിനും അലങ്കാരത്തിനും വേണ്ടിയിട്ട് കുറച്ചധികം സ്പ്രിംഗ് ഓണിയനും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ. താങ്ക് യു.